നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 12 ബുധനാഴ്ചയാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യമായി ഇന്നലെ ഇന്ത്യൻ വിപണി വളരെ ശക്തമായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ മാർക്കറ്റ് എത്തരത്തിലായിരിക്കും എന്ന് നമുക്ക് വാച്ച് ചെയ്യാം. അതിനു മുന്നേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ മുഖ്യമായിട്ടുള്ള ഒരു വാർത്തയിലേക്കാണ്. ആദ്യം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ഇന്ത്യ ഗണ്യമായി കുറച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള ന്യായമായ വ്യാപാര കരാറിന് US വളരെ അടുത്താണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇത് മുൻപുണ്ടായിരുന്ന കരാറുകളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇന്ത്യക്ക് മേലുള്ള US തീരുവ ചിലപ്പോൾ കുറച്ചേക്കാം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ ഏതാണ്ട് പൂർത്തിയായെന്നും കൂടുതൽ ചർച്ചകൾ ആവശ്യമില്ല എന്നും ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 റൗണ്ട് ചർച്ചകളാണ് ഇതിനകം നടന്നു കഴിഞ്ഞത്. ഒക്ടോബർ മധ്യത്തോടെ വാഷിംഗ്ടണിലാണ് അവസാനത്തെ ചർച്ച നടന്നത്. ഏതായാലും ഈ ഒരു വാർത്ത വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഉടൻ ഒരു വ്യാപാര കരാർ US-മായി ഇന്ത്യക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരാം. 2025 നവംബർ 10 കണക്കനുസരിച്ച് പ്രത്യക്ഷ നികുതി വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ 7% വർദ്ധിച്ചു. കോർപ്പറേറ്റ് നികുതി 5.7% വർദ്ധിച്ചു. ആദായ നികുതി 7.9% വർദ്ധിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. 2025-26 ഇന്ത്യയുടെ പഞ്ചസാര ഉൽപ്പാദനം 18.6% വർദ്ധിച്ച് 30.95 ലക്ഷം ടണ്ണായി ഉയരുമെന്ന് കണക്കാക്കുന്നു. കഴിഞ്ഞ വർഷം അത് 26.1 മെട്രിക് ടൺ ആയിരുന്നു. ഇനി മൊത്തം പഞ്ചസാര ലഭ്യതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 35.95 ദശലക്ഷം ടണ്ണാണ്. ആഭ്യന്തര ഡിമാൻഡായ 28.5 ദശലക്ഷം ടണ്ണിനേക്കാൾ വളരെ കൂടുതലാണിത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. കൂടുതലായിട്ട് ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രി ലാഭകരമാവാൻ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. മറ്റൊരു വാർത്തയുള്ളത്, ജിയോ ഹോട്ട്സ്റ്റാർ ഗൂഗിൾ പ്ലേയിൽ 1 ബില്യൺ ഡൗൺലോഡുകൾ കടന്നിരിക്കുന്നു. 300 ദശലക്ഷം പണമടച്ചുള്ള ഉപഭോക്താക്കളും 500 ദശലക്ഷം പ്രതിമാസ സജീവ ഉപഭോക്താക്കളുമുള്ള ജിയോ ഹോട്ട്സ്റ്റാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായി മാറുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ നോക്കാം. ആദ്യം US മാർക്കറ്റുകൾ. US ഗവൺമെന്റിന്റെ ദീർഘകാലമായിട്ടുള്ള അടച്ചുപൂട്ടൽ അവസാനിക്കുന്നു എന്ന പ്രതീക്ഷകൾ വർദ്ധിച്ചതോടെ ചൊവ്വാഴ്ച ഡൗ ജോൺസ് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ ഇടിഞ്ഞത് ഉയർന്ന മൂല്യനിർണ്ണയത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം എൻവിഡിയ കൂടാതെ മറ്റ് AI ഓഹരികൾ ഇടിയുകയുണ്ടായി. ഇന്നലെ S&P 500 എടുത്ത് നോക്കുകയാണെങ്കിൽ 11ൽ 10 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഹെൽത്ത് കെയർ സെക്ടർ ആയിരുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ഇൻഫോസിസ് 1.46% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.91% ഉയർന്നു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 1.38% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 1.75% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 2% ഉയർന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കാം. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,971 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 160 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു വലിയ ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.10% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.54% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി യൂറോപ്യൻ വിപണികളും ഇന്നലെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ഫ്രാൻസ് മാർക്കറ്റ് CAC ആയിരുന്നു. ഏകദേശം 2.5% നേട്ടത്തിലാണ് ഇന്നലെ വിപണി ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ FTSE 1.14% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഗോൾഡ് പ്രൈസുകളിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇപ്പോൾ 3 ആഴ്ചത്തെ ഉയർന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 92,280 രൂപയാണ്. മറ്റ് അസറ്റ് ക്ലാസുകളിൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ ഏകദേശം 3% അടുത്ത് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $103,000 എത്തർ ഏകദേശം 4% ഇടിവിലുമാണുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യയുടെ എണ്ണയ്ക്ക് മേലുള്ള US ഉപരോധങ്ങളുടെ ആഘാതവും US ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഉടൻ അവസാനിക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും ചൊവ്വാഴ്ച എണ്ണവില ഉയരാൻ കാരണമായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 1.7% ഉയർന്നത്. WTI ഫ്യൂച്ചേഴ്സ് 1.5% ഉയർന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോയത്. ഇനി മറ്റുള്ള സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേയായി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ വെറും 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് 55% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ നല്ലൊരു ഓഫറാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇനി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുറത്തു വന്ന കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.8% ഇടിവാണ് ടാറ്റ പവറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Q2-ൽ 919.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. ഇയർ ഓൺ ഇയറിൽ റവന്യൂവിൽ 1% ഇടിവാണ് വന്നിരിക്കുന്നത്. 15,544.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത BSE എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 61% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 558.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 44.2% വർധനവ് വന്നിരിക്കുന്നു. 1068.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 207.8 കോടി രൂപയാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 19% വർധനവ് വന്നിരിക്കുന്നു. റവന്യൂവിൽ 8.4% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1084.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 19.7% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. 230.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.5% വർധനവ് വന്നു. 5,123 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു കമ്പനി ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 65% വർധനവ് രേഖപ്പെടുത്തി. 90.98 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും നല്ല വർധനവാണ്. 43.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. 1,561 കോടി രൂപയിലാണ് റവന്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ആവാസ് ഫിനാൻഷ്യൽസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 10.8% വർധനവ് വന്നു. 163.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. അടുത്ത ടൊറൻറ്റ് പവർ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 50.5% വർധനവ് വന്നു. 723.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 9.8% വർധനവ്. 7,876 കോടി രൂപയിലാണ് റവന്യൂ. അടുത്ത മികച്ച റിസൾട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കമ്പനി. പ്രോഫിറ്റിൽ 72.4% വർധനവാണ് വന്നത്. സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ് എന്ന കമ്പനി. 35 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 42.9% വർധനവ്. 432.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ടാറ്റ സ്റ്റീൽ, ഏഷ്യൻ പെയിൻറ്റ്സ്, അശോക് ലൈലാൻഡ്, ഹൊനാസ കൺസ്യൂമർ, ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ, ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, കെയർ റേറ്റിംഗ്സ്, ആദിത്യ ഇൻഫോടെക്, എഡ്യൂറൻസ് ടെക്നോളജി, ഗന്ധാർ ഓയിൽ റിഫൈനറി, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഇൻഫോ എഡ്ജ്, PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ്, സ്പൈസ് ജെറ്റ്, സ്വാൻ ഡിഫൻസ്, ട്രാവൽ ഫുഡ് സർവീസസ്, വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് തുടങ്ങിയവയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസ് ആയിട്ട് വരുന്നത്. അടുത്തതായി FIDE ആക്ടിവിറ്റിയിലേക്കാണ്. FIS അവരുടെ സെല്ലിംഗ് കുറച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്നലത്തെ ഡാറ്റ സൂചിപ്പിക്കുന്നത്. 803 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തിരിക്കുന്നത്. DIS ആവട്ടെ 2,189 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,695-ൽ 121 പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമുക്ക് നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റിവിറ്റിയാണ് കാണാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണിച്ചതിന് ശേഷം പിന്നീട് ലോവർ ലെവലിൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ കഴിഞ്ഞ ഒരു ക്യാൻഡിൽ കൂടിയായിരുന്നു ഇന്നലത്തേത്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നവംബർ 3-ാം തീയതിയിലെ ക്യാൻഡിലിൻ്റെ ഹൈ ആയിട്ടുള്ള 25,803 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ കൃത്യമായി തന്നെ ഒന്ന് വാച്ച് ചെയ്യേണ്ടത്. ഏകദേശം സോണിൻ്റെ ഹൈയും ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. നിഫ്റ്റിയെക്കുറിച്ച് കൂടുതലായി പറയുകയാണെങ്കിൽ 10-20 EMAകൾക്ക് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. അതും നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,700 സ്ട്രൈക്കിൽ 369% വർധനവാണ് കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 96% വർധനവ് മാത്രം ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,650 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 527% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ പക്ഷേ 36% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കാണുന്നത്. 25,750 സ്ട്രൈക്കിൽ 186% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 46% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കിംഗ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല ശക്തിയോടെ നിൽക്കുന്നു എന്നുമാണ് കാണുന്നത്. അടുത്തതായി വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,600-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,138-ൽ 201 പോയിൻറ്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്.
ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ ലോവർ ലെവലിൽ നല്ല ബൈയിങ് പ്രഷർ കണ്ട ഒരു ക്യാൻഡിൽ തന്നെയായിരുന്നു നിഫ്റ്റിയെ പോലെ തന്നെ. ഇനി അപ്സൈഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സോണിനുള്ളിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. ഓൾ ടൈം ഹൈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി ഉള്ള ഒരു ഫർദർ അപ്പ് മൂവിന് വേണ്ടി. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ 58,300 മുതൽ 58,400 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 57,700 മുതൽ 57,600 വരെയുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡൗൺ സൈഡിലെ സപ്പോർട്ട് സോൺ ആവാനും സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,400ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,000ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ച പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.